Let us start the session. In this video, we will discuss about the graphical method for solving the linear programming problems. We already knew that there are several methods to solve the linear programming problems. They are graphical method, simplex method, two-phase method, bigger method, etc. But in this video, we will discuss about the method, graphical method for solving LPP problems. Okay, we explain the concept by using an illustration. Let's start with the illustration. Consider one LPP problem. നമുക്കൊരു LPP problem നമുക്ക് കൺസിഡർ ചെയ്തിട്ട് അത് വെച്ചിട്ട് എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. സോ അപ്പോൾ നമുക്കത് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. For this, here we consider the LPP problem. Maximize z equal to 250x plus 75y subject to the constraints 5x plus y less than or equal to 100, x plus y less than or equal to 60, x greater than or equal to 0 and y greater than or equal to 0. ഇതൊരു LPP പ്രോബ്ലം ആണല്ലോ. സോ അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസ് ആണ്. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ നമുക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോർ ദിസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഫസ്റ്റ് വി കൺസിഡർ ദ കൺസ്ട്രെയിൻസ്. ഇത് രണ്ടുമല്ലേ നമ്മുടെ കൺസ്ട്രെയിൻസ്. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ കൺസ്ട്രെയിൻസ് ആണ് നമ്മൾ ആദ്യം ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഫോർ സോൾവിങ് ദ ഗ്രാഫിക്കൽ മെത്തേഡ് ഹിയർ വി കൺവേർട്ട് ദ ഇനീക്വാളിറ്റീസ് ടു ഇക്വാളിറ്റീസ്. സോ ഇപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ലീനിയർ ഇനീക്വേഷൻസ്, ഇത് ഇക്വാളിറ്റിയല്ലേ വന്നിരിക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിമ്പിളാണ് വന്നിരിക്കുന്നത്. ആ സിമ്പിളിനെ ഇക്വേഷൻ ഫോമിലോട്ട് ആദ്യം കൺവേർട്ട് ചെയ്യണം. നമുക്ക് നോക്കാം, എന്നിട്ട് വേണം ഇത് സോൾവ് ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, സോ അപ്പോൾ ഇത് ഞാൻ ഇക്വേഷനായിട്ട് മാറ്റുകയാണ്. 5x പ്ലസ് വൈ ഈക്വൽ ടു 100 ആൻഡ് ദ സെക്കൻഡ് ഇനീക്വാളിറ്റി എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിനെ ഞാൻ ഈക്വൽ ടു 60 ആക്കി. ഓക്കെ, സോ അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻസ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇനി നമുക്കിത് ടേബിൾ വാല്യൂസ് ഫൈൻഡ് ചെയ്യണം. സോ അപ്പോൾ ഞാനിവിടെ അത് റൈറ്റ് ചെയ്യാണ്. 5x പ്ലസ് വൈ ഈക്വൽ ടു 100. ഫസ്റ്റ് ഐ കൺസിഡർ ദ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ 5x പ്ലസ് വൈ ഈക്വൽ ടു 100. ഇത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇതെങ്ങനെ സോൾവ് ചെയ്യുന്നത്? എക്സ് വൈ വാല്യൂസ് നമുക്ക് കാണണം അല്ലേ. സോ അപ്പോൾ ഞാനിങ്ങനെ ഒരു ടേബിൾ വരച്ചു. എക്സ് വൈ, ആദ്യം എക്സിൻ്റെ വാല്യൂ 0 എടുക്കുക. വെൻ എക്സ് ഈക്വൽ ടു 0 വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് വൈ? എക്സ് 0 ആകുമ്പോൾ വൈ എന്ത് വരും? 5 × 0, ഇത് 0 ആയിപ്പോയി. സോ വൈ ഈക്വൽ ടു 100. നെക്സ്റ്റ് എന്ത് ചെയ്യുക? പുട്ട് വൈ ഈക്വൽ ടു 0. വൈക്ക് 0 കൊടുക്കുക. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എന്താകും? 5x, വൈ 0 ആണ് കേട്ടോ, പ്ലസ് 0 ഈക്വൽ ടു 100. ദറ്റ് ഈസ് 5x ഈക്വൽ ടു 100 ഓർ എക്സ് ഈക്വൽ ടു വാട്ട്? 100/5. 100/5 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 20 അല്ലേ. സോ അപ്പോൾ വെൻ വൈ ഈക്വൽ ടു 0 എക്സ് ബിക്കംസ് 20. ഇതാണ് കേട്ടോ ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ വാല്യൂസ്. ദെർഫോർ ദ പോയിൻറ്റ്സ് എക്സ് വൈ ആർ 0, 100 ആൻഡ് 20, 0. പോയിൻറ്റ്സ് കിട്ടി. ഫസ്റ്റ് ലീനിയർ ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് കിട്ടി. നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണമല്ലോ. ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ പോയിൻറ്റ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. എന്നിട്ട് ആ ഗ്രാഫിൽ വെച്ചിട്ട് അവിടുത്തെ ഫീസിബിൾ റീജിയൻ ഫൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബൗണ്ടഡ് റീജിയൻ ഫൈൻഡ് ചെയ്യുക. എങ്ങനെയാണെന്നുള്ളത് നോക്കാം നമുക്ക്. അടുത്ത ഇക്വേഷൻ കൺസിഡർ ചെയ്തു. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. ഇവിടെ നമുക്ക് വി വോണ്ട് ടു ഫൈൻഡ് ദ ടേബിൾ വാല്യൂസ്. സോ അപ്പോൾ എക്സ് വൈ കൊടുക്കുക. വെൻ എക്സ് ഈക്വൽ ടു 0 വൈ ഈക്വൽ ടു 60. വെൻ വൈ ഈക്വൽ ടു 0 എക്സ് ഈക്വൽ ടു 60. ഇത് ഡയറക്റ്റായിട്ട് കിട്ടും. ദെർഫോർ ദ വാല്യൂസ് ഓഫ് എക്സ് വൈ ആസ് 0, 60 ആൻഡ് 60, 0. ഓക്കെ, കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഇനി നമ്മളിത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു എക്സ് വൈ പ്ലെയിൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. എക്സ് വൈ പ്ലെയിൻ ഉണ്ടോ? ഇവിടെ ക്ലിയർ ആണല്ലോ. എക്സ് വൈ പ്ലെയിൻ ഡ്രോ ചെയ്തു. ഞാനതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം കൺസിഡർ ചെയ്തോളൂ. അതങ്ങനെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണ്? ഇവിടുത്തെ തേർഡ് ആൻഡ് ഫോർത്ത് കൺസ്ട്രെയിൻസ് നോക്കിയേ. x should be greater than or equal to 0 and y should be greater than or equal to 0. That means the values of x and y should be positive. x വാല്യൂവും y വാല്യൂവും പോസിറ്റീവ് ആയിരിക്കണം. x വാല്യൂവും y വാല്യൂവും പോസിറ്റീവ് വരുന്നത് എവിടെയാണ്? ഈ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ലേ x വാല്യൂവും y വാല്യൂവും പോസിറ്റീവ് വരുന്നത്. ഹിയർ x greater than or equal to 0 and y greater than or equal to 0. So
ഈ LPP പ്രോബ്ലത്തിൽ അതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം മതി. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് മാത്രം കൺസിഡർ ചെയ്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി നമ്മളിവിടെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ, ഇവിടെ നിങ്ങൾ ഈ പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്തപ്പോൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 0, 100, 20, 0, 0, 60, 60, 0. എക്സ് വാല്യൂസ് അപ് ടു 60 വരെ വരുന്നുണ്ട് അല്ലേ എക്സിൻ്റെ വാല്യൂസ്. വൈ വാല്യൂസ് ആണെങ്കിൽ 100 വരെയാണ് മാക്സിമം വരുന്നത്. സോ അപ്പോൾ ഞാനിവിടെ 20 യൂണിറ്റ് സ്കെയിലാണ് നമ്മുടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് കേട്ടോ. ഗ്രാഫ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 20 യൂണിറ്റ് സ്കെയിലാണ്. ഇനി ഞാനത് മാർക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ, പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? 0, 100, 20, 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ്റെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. 0, 100 and 20, 0 നമുക്ക് പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം 0, 100 എന്ന് പറയുന്ന വൈ ആക്സിസിലെ പോയിൻ്റാണ്. നെക്സ്റ്റ് 20, 0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. ഇനി ഞാനത് ജോയിൻ ചെയ്യാൻ പോവാണ്. സോ ദിസ് ഈസ് the line corresponding to the linear equation 5x plus y equal to 100. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ലൈനാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ റീജിയൻ കാണണം. നമ്മുടെ കൺസ്ട്രെയിൻസ് നോക്കാം കേട്ടോ. ഫസ്റ്റ് കൺസ്ട്രെയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻ ആയിരുന്നു ഇത്. ഓക്കെ, ഇനി കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എങ്ങടേക്കാണ് നോക്കണം. ഓക്കെ, ഇവിടെ നമുക്ക് കൺസ്ട്രെയിൻ 5x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 എന്നാ സൈൻ നോക്കാം കേട്ടോ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചപ്പോൾ ഈ ലൈൻ നമ്മുടെ XY പ്ലെയിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. ഇനി നമുക്ക് ഈ റീജിയൻ എങ്ങടേക്കാണ് നോക്കണം, അതായത് നമ്മുടെ കൺസ്ട്രെയിനിൻ്റെ സൊല്യൂഷൻ എങ്ങടേക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ആ സൊല്യൂഷൻ എടുക്കുകയാണ്. ആ ഇക്വേഷൻ എടുത്തു, ഇനി ഇക്വേഷൻ എടുത്തോട്ടോ. 5x plus y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഫസ്റ്റ് കൺസ്ട്രെയിൻ്റ് ആണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലോ ആദ്യം ലെഫ്റ്റ് സൈഡിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കാം. എന്നിട്ട് ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ കൺസ്ട്രെയിൻറ്റിൻ്റെ ഇക്വേഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെ, ആ സൈഡിലോട്ടായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ഹോൾഡ് ചെയ്തില്ലെങ്കിൽ ഷുവറായിട്ട് നമുക്ക് പറയാം റൈറ്റ് സൈഡിലെ വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത് റൈറ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന ഒരു വാല്യൂ അല്ലേ 0, 0 എന്ന് പറയുന്നത്. ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന വാല്യൂ ആണല്ലോ 0, 0. ഞാൻ ആ വാല്യൂ എടുത്തിട്ട് ഇതിനെ ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കുവാണ്. സോ അപ്പോൾ എന്ത് വരും? എക്സും വൈ 0, 0 ആണ്. സോ ദിസ് ബിക്കംസ് 5 × 0, 0 plus y 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ദാറ്റ് 0 plus 0, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100. ശരിയാണല്ലോ. 0, 0 എന്ന് പറയുന്ന പോയിൻ്റ് ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോഴേക്കും നമുക്ക് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 100 ഇത് ട്രൂ ഫാക്റ്റ് അല്ലേ. സോ അപ്പോൾ പറയാം നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ കൺസ്ട്രെയിനിൻ്റെ സൊല്യൂഷൻ വരുന്നത് ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഞാനൊരു ആരോ മാർക്ക് വെച്ചിട്ട് അതിൻ്റെ പൊസിഷൻ ഞാൻ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് ലൈൻ ഇവിടെ ഞാൻ ഡ്രോ ചെയ്യാൻ പോവുകയാണ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60. ദ പോയിൻറ്റ്സ് ആർ 0, 60 and 60, 0. 0, 60 on the y axis and 60, 0 on the x axis. ഓക്കെ, ഇനി ഞാനത് ജോയിൻ ചെയ്യാം കേട്ടോ. ജോയിൻ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദിസ് സ്ട്രെയിറ്റ് ലൈൻ. സോ this is a straight line corresponding to the linear equation x plus y equal to 60. നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെയും സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഫൈൻഡ് ചെയ്യണം. നമുക്കറിയാം നമ്മുടെ കൺസ്ട്രെയിൻറ്റ് വരുന്നത് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 എന്നാണ്. സോ അപ്പോൾ ഈ കൺസ്ട്രെയിൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഈ ലൈനിൻ്റെ ഏത് സൈഡിൽ വരുന്ന വാല്യൂസിനാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം തന്നെ നേരെ ചെയ്തപോലെ ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വാല്യൂ 0, 0 ഇതിനാദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, ഏറ്റവും ഈസിയസ്റ്റ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ് ഈ 0, 0 എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് കേട്ടോ. 0, 0 കൊടുക്കുമ്പോഴേക്കും ഇതെങ്ങനെ വന്നു? 0 plus 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 60 is also a true fact. സോ അപ്പോൾ ഇവിടെ നമുക്ക് ഷുവർ ആയിട്ട് പറയാം ഇതിൻ്റെ സൊല്യൂഷൻ വരുന്നത്, അതായത് നമ്മുടെ സെക്കൻഡ് കൺസ്ട്രെയിൻറ്റിൻ്റെ സൊല്യൂഷൻ വരുന്നത് ഈ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, ഇനി അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുത്തെ കോമൺ റീജിയൻ ഷെയ്ഡ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഷെയ്ഡ് ചെയ്യുക. കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഏതാണ്? ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്? ഓക്കെ, ഇതാണ്
ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ റീജിയനാണ് ഇതിൻ്റെ കോമൺ റീജിയൻ എന്ന് പറയുന്നത് കേട്ടോ. സോ അപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ റീജിയൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് റീജിയനാണ് അല്ലേ. കിട്ടിയിരിക്കുന്ന റീജിയൻ എന്ന് പറയുന്നത് ബൗണ്ടഡ് റീജിയനാണ്, അല്ലെങ്കിൽ ഇതിനെ പറയുന്ന വേറൊരു നെയിമാണ് കോൺവെക്സ് പോളിഗൺ. എന്താണ് കോൺവെക്സ് പോളിഗൺ അല്ലെങ്കിൽ കോൺവെക്സ് റീജിയൻ? എന്താ ഈ കോൺവെക്സ് പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് എ ക്ലോസ്ഡ് റീജിയൻ ഒബ്റ്റെയിൻഡ് ബൈ ജോയിനിങ് നമ്പർ ഓഫ് സ്ട്രെയിറ്റ് ലൈൻസ് ഈസ് സെഡ് ടു ബി എ കോൺവെക്സ് പോളിഗൺ. ഇതൊരു കോൺവെക്സ് പോളിഗൺ ആകണമെങ്കിൽ ഇഫ് ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് എനി ടു ആർബിട്രറി പോയിൻറ്റ്സ് ഓഫ് ദ റീജിയൻ ഓൾവേസ് ലൈസ് എൻറ്റയർലി വിതിൻ ദ റീജിയൻ. എന്തെങ്കിലും മനസ്സിലായോ? ഞാനീ പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ നിങ്ങൾക്ക്? സോ അപ്പോൾ ഇതൊരു ക്ലോസ്ഡ്, ഇതൊരു കോൺവെക്സ് റീജിയനാണ്. ദറ്റ് ഈസ് ഇത് ഫോം ചെയ്തിരിക്കുന്നത് ഒന്നിലധികം സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്തിട്ടാണ് ഈ റീജിയൻ ഫോം ചെയ്തിരിക്കുന്നത്. ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള റീജിയൻ. അപ്പോൾ ഒന്നിലധികം സ്ട്രെയിറ്റ് ലൈൻസ് വെച്ച് ജോയിൻ ചെയ്യുന്ന ഒരു ബൗണ്ടഡ് റീജിയൻ്റെ ഉള്ളിൽ ഏത് രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് എടുത്താലും അത് അതിൻ്റെ ഉള്ളിൽ തന്നെ വേണം. കണ്ടോ? അപ്പോൾ അതേ ഇതിൽ നോക്കി, ഒരു പോയിൻ്റ് ഞാൻ ഇവിടെ എടുത്തു, അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കോൺവെക്സ് ആണ്. അപ്പോൾ ഇത് കോൺവെക്സ് ആണ്, പക്ഷേ ഇവിടെ ഈ റീജിയൻ കോൺവെക്സ് അല്ല. ഈ രണ്ട് പോയിൻറ്റ്സിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണോ വരുന്നത്? അല്ലല്ലോ. സോ അപ്പോൾ അതുകൊണ്ട് ഇത് കോൺവെക്സ് റീജിയൻ അല്ല. സോ ഓക്കെ, കോൺവെക്സ് റീജിയൻ്റെ ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഇതൊരു തിയറം പാർട്ടാണ്. അപ്പോൾ എപ്പോഴും LPP പ്രോബ്ലത്തിന് ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ആയിരിക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ കോമൺ റീജിയനാണ് നിങ്ങൾ ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്ന. ഈ ഷെയ്ഡഡ് റീജിയനെ LPP പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് വിളിക്കും. ഈ ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷനാണ്. ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷനാണ്. അതുപോലെ തന്നെ ഈ ഫീസിബിൾ റീജിയൻ്റെ പുറമേ വരുന്ന പോർഷൻസിനെല്ലാം ഇൻഫീസിബിൾ റീജിയൻ എന്നാണ് നെയിം ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും ഫീസിബിൾ സൊല്യൂഷൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോക്കി, ഇതിൻ്റെ ഉള്ളിൽ ഇൻഫിനിറ്റ്ലി മെനി ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ഇൻഫിനിറ്റ്ലി മെനി പോയിൻറ്റ്സ് ഇല്ലേ റീജിയൻ്റെ ഉള്ളിൽ? ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഫീസിബിൾ റീജിയൻ. ഈ ഫീസിബിൾ റീജിയൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും ഫീസിബിൾ സൊല്യൂഷൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി ഫീസിബിൾ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? ഇതിൻ്റെ ഒപ്റ്റിമം വാല്യൂ കാണുക, മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫീസിബിൾ റീജിയൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ ആകാൻ ചാൻസ് വരുന്നത് പോയിൻറ്റ്സ് കൊണ്ടുപോയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കും. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എവിടെയാണോ, ഏത് പോയിൻറ്റിലാണോ മാക്സിമം വാല്യൂ കിട്ടുന്നത് അതായിരിക്കും അവിടുത്തെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത്. പോയിൻ്റ് ഓഫ് മാക്സിമം എന്ന് പറയുന്നത് അങ്ങനെയായിരിക്കും. സോ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇവിടെ ഇൻഫിനിറ്റ്ലി മെനി ഫീസിബിൾ സൊല്യൂഷൻ ഉണ്ട്. ഓരോ പോയിൻറ്റും എടുത്തിട്ട് നമുക്ക് ഇസഡിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി അതിൽ നിന്ന് മാക്സിമം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കേസാണ്. ഓക്കെ, സോ അപ്പോൾ ഇങ്ങനെ വരുന്ന കേസസിൽ രണ്ട് തിയറംസ് വെച്ചിട്ട് അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് തിയറം പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ദ ഫീസിബിൾ റീജിയൻ, അതായത് ഒരു LPP പ്രോബ്ലം, ഫസ്റ്റ് തിയറം വരുന്നത് LPP പ്രോബ്ലത്തിൻ്റെ ഫീസിബിൾ റീജിയൻസ് എല്ലാം കോൺവെക്സ് റീജിയൻസ് ആയിരിക്കും. കൂടുതൽ സ്ട്രെയിറ്റ് ലൈൻസ് ജോയിൻ ചെയ്തിട്ട് ഫോം ചെയ്യുന്ന ഒരു ബൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസ്ഡ് റീജിയനാണ് പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആ പോളിഗൺ കോൺവെക്സ് ആകണമെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഏത് രണ്ട് ആർബിട്രറി പോയിൻറ്റ്സ് എടുത്താലും അതിനെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് ആ റീജിയൻ്റെ ഉള്ളിൽ തന്നെ വേണം. അങ്ങനെയാണെങ്കിൽ അത് കോൺവെക്സ് ആണ്. Let R be a feasible region for an LPP problem and Z equal to x plus by be the objective function. When Z has an optimal value, that is maximum or minimum value, this optimal values must occur at a corner point of the feasible region. അതായത് കോർണർ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബൗണ്ടറി ഇല്ലേ, ഇതിൻ്റെ ബൗണ്ടറിയിൽ വരുന്ന പോയിൻറ്റ്സിനെയാണ് കോർണർ പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 0 0 ഈ പോയിൻ്റ് കണ്ടോ, 20 0 ഈ പോയിൻ്റ് നമുക്കറിയില്ല, കണ്ടുപിടിക്കണം. ഈ പോയിൻ്റ് കണ്ടോ 0 60, ഇതെല്ലാം ഇവിടുത്തെ കോർണർ പോയിൻറ്റ്സ് ആണ്. ഞാനിപ്പോൾ ഇതിനെ നെയിം ചെയ്യുകയാണെങ്കിൽ ഇത് A B C D, ഇത് 4 ഇവിടുത്തെ കോർണർ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്
ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഇതുപോലൊരു ഫീസിബിൾ റീജിയൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൻ്റെ ഒപ്റ്റിമം വാല്യൂസ് വരുന്നത് എപ്പോഴും അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കോർണർ പോയിൻറ്റ്സിലായിരിക്കും. ഇതിനെ തന്നെ പറയുന്ന വേറൊരു ഇതാണ്, വെർട്ടെക്സ് ആണല്ലോ ഇവിടുത്തെ, ഇതിൻ്റെ വെർട്ടെക്സ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു LPP പ്രോബ്ലത്തിന് ഇങ്ങനെ ഒരു ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിൻ്റെ ഒപ്റ്റിമം വാല്യൂസ് വരുന്നത് അതിൻ്റെ കോർണർ പോയിൻറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ ബൗണ്ടറി പോയിൻറ്റ്സിലായിരിക്കും. ഇനി തിയറം 3 പറയുന്നത് ലെറ്റ് R be the feasible region for a linear programming problem and z equal to ax plus by be the objective function. If R is bounded ആണെങ്കിൽ then the objective function z has both a maximum and a minimum value on R and each of these occurs at a corner point or vertex of R. So അപ്പോൾ ഇവിടെ ഒരു പോയിൻറ്റ്സ് കൊടുത്തിരിക്കുന്നുണ്ട്. ദ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഓഫ് ആൻ LPP ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഈസ് അറ്റ് ദ കോർണർ പോയിൻ്റ് ഓഫ് ദ ഫീസിബിൾ റീജിയൻ. അപ്പോൾ മൂന്നാമത്തെ തിയറവും വെച്ചിട്ട് പറഞ്ഞു വയ്ക്കുന്നത് നമ്മുടെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് ഒരു ഫീസിബിൾ റീജിയൻ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൻ്റെ ഒപ്റ്റിമൽ വാല്യൂ, അതായത് മാക്സിമം വാല്യൂവോ മിനിമം വാല്യൂവോ വരുന്നത് അതിൻ്റെ കോർണർ പോയിൻറ്റിലായിരിക്കും, അല്ലെങ്കിൽ പറയാം അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സിലായിരിക്കും അതിൻ്റെ ഒപ്റ്റിമം വാല്യൂസ് വരുന്നത്. അതായത് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഇൻഫിനിറ്റ്ലി മെനി ഫീസിബിൾ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓരോ വാല്യൂവും ഇസഡിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാക്സിമം ഏതാണ് മിനിമം ഏതാണെന്ന് കണ്ടുപിടിക്കുക ഇമ്പോസിബിൾ ആണ്. സോ അപ്പോൾ അതിന് പകരം ഈ റിസൾട്ട് വെച്ചിട്ട് തന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ മാക്സിമം അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണാനായിട്ട് ഇതിൻ്റെ കോർണർ പോയിൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ ഇപ്പോൾ 4 കോർണർ പോയിൻറ്റ്സല്ലേ ഉള്ളൂ. ആ 4 പോയിൻറ്റ്സിനെ മാത്രം കൺസിഡർ ചെയ്യുക. ആ 4 പോയിൻറ്റ്സ് കണ്ടുപിടിച്ചിട്ട് അത് കൊണ്ടുപോയിട്ട് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഇസഡിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ മാക്സിമം വരുന്നത് ഏതാണോ അതായിരിക്കും അവിടുത്തെ മാക്സിമം വാല്യൂ, മിനിമം വരുന്ന ഏതാണോ അതായിരിക്കും അവിടുത്തെ മിനിമം വാല്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കാൽക്കുലേഷൻ ഈ തിയറംസ് കുറച്ചും കൂടി എളുപ്പമാക്കി. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഇത് വെച്ചിട്ട് നമ്മുടെ ബൗണ്ടറി ഏതൊക്കെയാണ്, നമ്മുടെ കോർണർ പോയിൻറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്. കോർണർ പോയിൻറ്റ്സ് വരുന്നത് ആദ്യം A00 അല്ലേ, A00, B 20 0, C അറിയില്ല കണ്ടുപിടിക്കണം, D 0 60. അപ്പോൾ ഈ കോർണർ പോയിൻ്റ് C കാണട്ടെ. ഈ C എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? C is the point which intersect the line 5x plus y equal to 100 and x plus y equal to 60. അതായത് നമ്മളിവിടെ വരച്ച ഈ രണ്ട് ലൈൻസിനെ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് C എന്ന് പറയുന്നത് ആണല്ലോ. സോ അപ്പോൾ ഈ C കാണാനായിട്ട് എന്ത് ചെയ്യണം? ഈ 2 ഇക്വേഷൻ തമ്മിൽ സോൾവ് ചെയ്യണം. ഓക്കെ, നമുക്കപ്പോൾ അതൊന്ന് ഇവിടെ സോൾവ് ചെയ്ത് നോക്കാം കേട്ടോ. ഈ 2 ഇക്വേഷൻ തമ്മിൽ ഞാനൊന്ന് സോൾവ് ചെയ്യുകയാണ്. ഇക്വേഷൻ എങ്ങനെയാണ്? ആദ്യം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60യും 5x പ്ലസ് വൈ ഈക്വൽ ടു 100. ഇത് സോൾവ് ചെയ്യാൻ എങ്ങനെയാണ്? രണ്ടും കൂടി ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്കാം അല്ലേ. ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. സബ്ട്രാക്ട് ചെയ്താൽ എന്ത് വരും? 1 - 2 ചെയ്യുകയാണ് കേട്ടോ. 1 - 2 ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5x എന്ത് വന്നു? അത് -4x വന്നു. y മൈനസ് വൈ, ഇത് 0 ആയിപ്പോയി, വൈയുടെ ടേംസ് ക്യാൻസൽ ആയിപ്പോയി, ഈക്വൽ ടു 60 - 100 -40. അപ്പോൾ -4x ഈക്വൽ ടു -40 or x equal to -40 by -4, that is x equal to 10. എക്സിൻ്റെ വാല്യൂ കിട്ടി കേട്ടോ, എക്സ് കിട്ടി. എക്സ് കിട്ടിയാൽ y കാണാനായിട്ട് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഫ്രം ഇക്വേഷൻ 1 എക്സിൻ്റെ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുവാണ്. സോ ദിസ് ബിക്കംസ് 10 + y equal to 60. ദാറ്റ് ഈസ് y equal to 60 - 10 equal to 50. അപ്പോൾ വൈയുടെ വാല്യൂവും കിട്ടി. അപ്പോൾ ഇവിടുത്തെ പോയിൻ്റ് ഏതാണ്? ഈ പോയിൻ്റ് C എന്ന് പറഞ്ഞാൽ എക്സ് 10, അപ്പോൾ 10 by 50, 10 50 ആണ് ഇവിടുത്തെ പോയിൻ്റ്. അപ്പോൾ ആ കോർണർ പോയിൻറ്റും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് കൊടുക്കാം 10 50. ഇനി എന്ത് ചെയ്യുക? ഇത് ഇസഡിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇസഡ് ഈസ് 250x + 75y. ഈ പോയിൻറ്റ്സിൽ ഞാൻ ഇസഡിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വാല്യൂസ് എന്ത് വരും നമുക്ക് നോക്കാം. 0 0ൽ z equal to 250 × 0 plus 75 × 0. ഇത് 0 ആയിരുന്നു അല്ലേ. പിന്നെ അടുത്തത് 20 0ൽ z equal to 250 × 20, x 20യും y 0യും ആണ്, പ്ലസ് 75 × 0, ദാറ്റ് ഈസ് 250 × 20 എന്ന് പറയുന്നത്
5000 വന്നു. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് 1050 ആണ്. സോ ഇസഡ് ഈക്വൽ ടു 250 ഇൻറ്റു 10 x10 പ്ലസ് 75 ഇൻറ്റു 50. അത് നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് ദിസ് ആസ് 6250. ആൻഡ് ദ ലാസ്റ്റ് പോയിൻറ്റ് 060 ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇസഡ് ഈക്വൽ ടു 250 ഇൻറ്റു 0 പ്ലസ് 75 ഇൻറ്റു 60. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വന്നു? 4500. ഓക്കെ, സോ അപ്പോൾ ഇതിൽ 4500 വന്നു. ഇനി എന്താ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് ഇതിൻ്റെ മാക്സിമം വാല്യൂ ആണ്. മാക്സിമൈസ് എന്നല്ലേ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ മാക്സിമം വാല്യൂ ഏതാ വരുന്നത്? 6250 അറ്റ് ദ പോയിൻറ്റ് സി. അതായത് അറ്റ് ദ പോയിൻറ്റ് 1050 ഇതിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത്. ലാസ്റ്റ് നിങ്ങൾ എഴുതി വെക്കുക. ഫോർ ദ മാക്സിമം വാല്യൂ of z, for the maximum value of z is at the point 1050. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡിൽ LPP പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ മെത്തേഡിന് തന്നെ വേറൊരു നെയിം കൂടി പറയുന്നുണ്ട്, കോർണർ പോയിൻ്റ് മെത്തേഡ്. അപ്പോൾ LPP ഗ്രാഫിക്കൽ മെത്തേഡ് എന്നാണ് മെജോറിറ്റി നമ്മൾ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ കോൺസെപ്റ്റ് ക്ലിയർ ആയല്ലോ. അപ്പോൾ ആദ്യം ഒരു എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു LPP ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ ഫോമുലേറ്റ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ കൺസ്ട്രെയിൻസ് കൺസിഡർ ചെയ്തു. ആ കൺസ്ട്രെയിൻസിന് ഇക്വേഷൻ ആക്കി, ആ ഇക്വേഷൻ വെച്ചിട്ട് അതിൻ്റെ ടേബിൾ വാല്യൂ ഫൈൻഡ് ചെയ്തു. ഓരോ ഇക്വേഷനും കറസ്പോണ്ടിങ് ആയിട്ട് പോയിൻറ്റ്സ് കിട്ടി. ഇനി ഒരു XY പ്ലെയിൻ പ്ലോട്ട് ചെയ്തു. അതിൽ ഓരോ ഇക്വേഷൻ്റെയും പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. അതിനുശേഷം ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ കൺസ്ട്രെയിൻ, അതായത് അതിനുശേഷം ആ ലൈൻ നമ്മുടെ കൺസ്ട്രെയിൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ കണ്ടു, അല്ലെങ്കിൽ ആ കൺസ്ട്രെയിൻ്റെ സൊല്യൂഷൻ എങ്ങടേക്കാണ് വരുന്നതെന്ന് കണ്ടു. അതിന് വേണ്ടിയിട്ട് ഓരോ ലൈനിൻ്റെയും ഏതെങ്കിലും ഒരു സൈഡിലുള്ള വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആ ഇക്വേഷൻ ഇനീക്വാളിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി അതിൻ്റെ റീജിയൻ കണ്ടുവച്ചു. അതിനുശേഷം അതിൻ്റെ കോമൺ റീജിയൻ കണ്ടു. ഈ കോമൺ റീജിയനാണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ ഫീസിബിൾ സൊല്യൂഷൻ കാണണം. നമുക്കറിയാം തന്നിരിക്കുന്ന ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണെങ്കിൽ അതിൻ്റെ ഒപ്റ്റിമം സൊല്യൂഷൻസ് വരുന്നത് അതിൻ്റെ കോർണർ പോയിൻറ്റ്സിലായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സിലായിരിക്കും. സോ അപ്പോൾ അടുത്ത് ചെയ്യേണ്ട അതിൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് കണ്ടുവയ്ക്കുക. കോൺവെക്സ് റീജിയൻ്റെ ബൗണ്ടറി പോയിൻറ്റ്സ് കണ്ടു. ആ ബൗണ്ടറി പോയിൻറ്റ്സ് ഓരോന്നും കൊണ്ടുപോയിട്ട് ഇസഡിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവിടുത്തെ ഒപ്റ്റിമം വാല്യൂ ഫൈൻഡ് ചെയ്യുക. മാക്സിമം വാല്യൂ അല്ലെങ്കിൽ ഒപ്റ്റിമം സൊല്യൂഷൻ ബൈ ആൻ LPP മെത്തേഡ് നിങ്ങൾ സോൾവ് ചെയ്ത് വയ്ക്കുന്നു കേട്ടോ. ക്ലിയർ ആണല്ലോ കോൺസെപ്റ്റ്?